സിവിൽ ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിവിഷൻ സീരീസ് 6 ആണ് കേട്ടോ. അപ്പം ആദ്യമായിട്ട് ഈ ഒരു ക്ലാസ് കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പറയാം, നമ്മൾ ഓൾറെഡി ഓവർസിയർ ഗ്രേഡ് 1ന്റെ റിവിഷൻ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സിലബസ് ഒക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവുമല്ലോ. ആ ഒരു സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു റിവിഷൻ സീരീസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആ ഒരു റിവിഷൻ സീരീസിൽ നമ്മൾ സർവേ എന്നുള്ള പോർഷൻസ് ആണല്ലോ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. സർവേ എന്നുള്ള പോർഷനിൽ റിവിഷൻ സീരീസ് 6 ആണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. മുന്നേ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ബേസിക്സ് ഓഫ് സർവേ, അതുപോലെ തന്നെ ചെയിന്, പ്ലെയിൻ ടേബിൾ, കോമ്പസ്, കർവ്, ലെവലിങ്, അതുപോലെ തന്നെ കോണ്ടോറിങ്ങും തിയോഡലൈറ്റും. ഇത്രയും പോർഷൻസ് ആണ് നമ്മൾ 5 വരെയുള്ള റിവിഷൻ സീരീസിൽ ആഡ് ചെയ്തിട്ടുള്ളത്. കണ്ടിട്ടില്ലാത്തവർ നമ്മൾ ഓൾറെഡി പ്ലേലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സർവേൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ആണ് എടുക്കാൻ പോകുന്നത്. അപ്പം സർവേയിൽ നമുക്ക് ബാലൻസ് ഉള്ളത് ഏതൊക്കെയാണ്? ബാലൻസ് ഉള്ള 2 പോർഷൻസ് ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന പോർഷൻസ് ടാക്യോമെട്രി, അതുപോലെ തന്നെ ടോട്ടൽ സ്റ്റേഷൻ. ഇതാണ് കേട്ടോ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്. ടാക്യോമെട്രിയും അതുപോലെ തന്നെ ടോട്ടൽ സ്റ്റേഷനും. നമ്മൾ സിലബസ് മൊഡ്യൂൾ 2 മൊഡ്യൂൾ 1 സെയിം സർവേയിങ് എന്നുള്ള പോർഷനിൽ നമ്മൾ ഓൾറെഡി എല്ലാ പോർഷൻസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മൊഡ്യൂൾ 2 വരുന്ന സമയത്ത് സർവേയിങ്ങിൽ തന്നെ നമ്മൾ തിയോഡലൈറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ടാക്യോമെട്രി ആണ് നോക്കേണ്ടത്. എന്തൊക്കെയാണ് ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്? സിലബസിൽ പറഞ്ഞിട്ടുള്ളത് ദ ക്ലാസിഫിക്കേഷൻസ് ഓഫ് ടാക്യോമെട്രി, എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേഡിയ ടാക്യോമെട്രി, ദ കോൺസ്റ്റൻസ് ഓഫ് സ്റ്റേഡിയ ടാക്യോമെട്രി, എക്സ്പ്ലെയിൻ ദ ഡിറ്റർമിനേഷൻ ഓഫ് സ്റ്റേഡിയ കോൺസ്റ്റന്റ് അല്ലേ. പിന്നെ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ടാൻജൻഷ്യൽ ടാക്യോമെട്രി അല്ലേ. ഇത്രയാണ് ടാക്യോമെട്രി എന്നുള്ള പോർഷനിൽ നമുക്ക് സിലബസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നമ്മൾ ടാക്യോമെട്രി എന്നുള്ള പോർഷൻസ് ഇത്രയാണ്. പിന്നെ നമുക്ക് ടോട്ടൽ സ്റ്റേഷനും കൂടി എടുക്കാനുണ്ട് അല്ലേ. ടോട്ടൽ സ്റ്റേഷനിൽ നമ്മൾ സിലബസിൽ നോക്കുകയാണെങ്കിൽ വൈഡായിട്ട് ഇന്ന ഏരിയ എന്ന് പറഞ്ഞിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെയാണല്ലേ മോഡേൺ ഇൻസ്ട്രുമെന്റ്സിൻ്റെ ആ ഒരു ഏരിയയിൽ പറഞ്ഞിട്ടുള്ളത്. ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് എക്യുപ്മെന്റ്സ് ലൈക്ക് ഇലക്ട്രോണിക് തിയോഡലൈറ്റ്, പിന്നെ അതുപോലെ തന്നെ ടോട്ടൽ സ്റ്റേഷൻ ആൻഡ് GPS. പിന്നെ ദ യൂസസ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് ഇലക്ട്രോണിക് തിയോഡലൈറ്റ് ആണ്. പിന്നെ ടോട്ടൽ സ്റ്റേഷൻ, GPS അല്ലേ. അപ്പം നമുക്ക് ടോട്ടൽ സ്റ്റേഷനിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് കവർ ചെയ്ത് പോവാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ടാക്യോമെട്രി ആണ്. ടാക്യോമെട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ടാക്യോമീറ്റർ യൂസ് ചെയ്തിട്ട് നമ്മളെ തിയോഡലൈറ്റിനോടൊക്കെ സിമിലർ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണല്ലേ ടാക്യോമീറ്റർ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്തെടുക്കുന്നതിനെയാണ് അല്ലേ ടാക്യോമെട്രി എന്ന് പറയുന്നത്. അപ്പം ടാക്യോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ ബ്രാഞ്ച് ഓഫ് സർവേയിങ് in which the horizontal and vertical distance are determined by angular ഒബ്സർവേഷൻ അല്ലേ വിത്ത് എന്ത് യൂസ് ചെയ്തിട്ടാണ്? വിത്ത് ടാക്യോമീറ്റർ അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ ടാക്യോമെട്രി എന്ന് പറയുന്നത്. ടാക്യോമെട്രിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്യോമീറ്ററും അതുപോലെ തന്നെ സ്റ്റേഡിയ റോഡുമാണ്. അത് മനസ്സിലാക്കി വെക്കുക. ടാക്യോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിയോഡലൈറ്റിന് സിമിലർ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് അല്ലേ. സ്റ്റേഡിയ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലെവലിംഗ് സ്റ്റാഫിന് സിമിലർ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് സ്റ്റേഡിയ റോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ടും നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഏരിയ ഏതാണ് പറഞ്ഞിട്ടുള്ളത്? നെക്സ്റ്റ് നമുക്ക് മെത്തേഡ് ഓഫ് ടാക്യോമീറ്റർ നോക്കാം. മെത്തേഡ് ഓഫ് ടാക്യോമീറ്റർ.
ടാക്യോമീറ്റർ വെച്ചിട്ടുള്ള എത്ര മെത്തേഡാണ് ഉള്ളത്? ഏതൊക്കെയാണ് മെത്തേഡ്? ഓരോ മെത്തേഡായിട്ട് ഞാൻ പറയാം. ടാക്യോമീറ്റർ വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ആണ് സ്റ്റേഡിയ മെത്തേഡ്, സെക്കൻഡ് വണ് ടാൻജൻഷ്യൽ മെത്തേഡ് എന്ന് പറയും, തേർഡ് വൺ എന്താണ് സബ്സ്റ്റൻസ് ബാർ മെത്തേഡ് അല്ലേ. ഈ ഒരു 3 മെത്തേഡാണ് നമുക്ക് ടാക്യോമെട്രിയിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ സ്റ്റേഡിയ മെത്തേഡ്, സെക്കൻഡ് വൺ ഏതാണ്? സെക്കൻഡ് വൺ ടാൻജൻഷ്യൽ മെത്തേഡ്, തേർഡ് വൺ ഏതാണ്? സബ്സ്റ്റൻസ് ബാർ മെത്തേഡ് അല്ലേ. തേർഡ് മെത്തേഡ് സബ്സ്റ്റൻസ് ബാർ മെത്തേഡ് അല്ലേ. അപ്പം അതാണ് നമുക്ക് നോക്കാനുള്ളത്, സബ്സ്റ്റൻസ് ബാർ മെത്തേഡ്. ഇങ്ങനെ 3 മെത്തേഡാണ് നമുക്ക് ടാക്യോമെട്രിയിൽ പഠിക്കാനുള്ളത്. അപ്പം ഇതിൽ മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേഡിയ മെത്തേഡാണ് വരിക. സ്റ്റേഡിയ മെത്തേഡ് അല്ലേ. മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേഡിയ മെത്തേഡാണ് വരുന്നത്. സ്റ്റേഡിയ മെത്തേഡിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? മെഷർ ഡിസ്റ്റൻസ്, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാണ് ചെയ്യുന്നത്. അതിൽ തന്നെ ഫിക്സ്ഡ് ഹെയർ മെത്തേഡും ഉണ്ട്, മൂവബിൾ ഹെയർ മെത്തേഡും ഉണ്ട്. ഒന്നുകൂടെ ക്ലിയർ ആക്കി പറയുകയാണെങ്കിൽ സ്റ്റേഡിയ മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡയഫ്രം എന്ന് പറയുന്നത് സ്റ്റേഡിയ ഡയഫ്രം ആണ് കേട്ടോ. സ്റ്റേഡിയ ഡയഫ്രം ആണ് നമ്മൾ സ്റ്റേഡിയ മെത്തേഡിൽ യൂസ് ചെയ്യുന്നത്. ഡിസ്റ്റൻസ് ഒക്കെ മെഷർ ചെയ്യേണ്ടിയിട്ട് അല്ലേ, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റേഡിയ ഡയഫ്രം ആണ് സ്റ്റേഡിയ മെത്തേഡിൽ. എന്നാൽ നമ്മൾ നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ള ടാൻജൻഷ്യൽ മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നോർമൽ ഡയഫ്രം ആണ്. നോർമൽ ഡയഫ്രം യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്യുന്നതാണ് ടാൻജൻഷ്യൽ മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ സബ്സ്റ്റൻസ് ബാർ മെത്തേഡ് എന്ന് പറയുന്നുണ്ട് അല്ലേ. സബ്സ്റ്റൻസ് ബാർ മെത്തേഡിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് തിയോഡലൈറ്റും അതുപോലെ തന്നെ സബ്സ്റ്റൻസ് ബാറുമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും എഴുതാം. സ്റ്റേഡിയ മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? സ്റ്റേഡിയ ഡയഫ്രം ആണ് അല്ലേ. സ്റ്റേഡിയ ഡയഫ്രം. ടാൻജൻഷ്യൽ മെത്തേഡ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നോർമൽ ഡയഫ്രം. പിന്നെ നമ്മൾ സബ്സ്റ്റൻസ് ബാർ മെത്തേഡിൽ യൂസ് ചെയ്യുന്നത് എന്താണ്? സബ്സ്റ്റൻസ് ബാർ മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് തിയോഡലൈറ്റ് ആൻഡ് സബ്സ്റ്റൻസ് ബാർ ആണ് അല്ലേ. തിയോഡലൈറ്റ് ആൻഡ് സബ്സ്റ്റൻസ് ബാർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു ടാൻജൻഷ്യൽ ബാർ മെത്തേഡിൽ ഒരു കാര്യം കൂടെ നോക്കാം. ടാൻജൻഷ്യൽ മെത്തേഡ് അല്ലേ. ഇതിൽ നമുക്ക് 2 കേസസ് നോക്കാനുണ്ട്. കേസ് 1, സ്റ്റേഡിയ റോഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഹയർ ലെവലിലാണെങ്കിൽ അല്ലേ. നമ്മൾ സ്റ്റേഡിയ റോഡ് പ്രൊവൈഡ് ചെയ്യുന്നത് ഹയർ ലെവലിലാണെങ്കിൽ അതിന് നമ്മൾ എന്താണ് പറയുക? ആ ഒരു ആംഗിളിന് നമ്മൾ പറയുന്നത് ആംഗിൾ ഓഫ് എലിവേഷൻ എന്നാണ്. ഒന്നെഴുതാം. സ്റ്റേഡിയ റോഡ്, when സ്റ്റേഡിയ റോഡ് at a higher level അല്ലേ. ഹയർ ലെവൽ അവിടെ ഉണ്ടാവുന്ന ബോത്ത് ആംഗിൾസ് ആ ആംഗിൾ ഓഫ് എലിവേഷൻ ആണ്. കേസ് 2ലാണെങ്കിലോ, കേസ് 2ല് ഇത് അപ്പ് ഹില്ലാണ് കേട്ടോ. അപ്പ് ഹില്ലിൻ്റെ കേസിലാണ്, അപ്പ് ഹില്ലാവുന്ന സമയത്താണല്ലേ നമ്മൾ സ്റ്റേഡിയ റോഡ് എലിവേഷനിൽ വരിക. പിന്നെ നമുക്ക് നോക്കേണ്ട കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൗൺ ഹില്ലിൻ്റെ കേസാണ്. ഡൗൺ ഹില്ലാണെങ്കിൽ സ്റ്റേഡിയ റോഡും അറ്റ് ലോവർ ലെവലായിരിക്കും അല്ലേ. നമ്മളിപ്പോൾ ഇവിടെയാണ് നമ്മൾ ഈ ഒരു ടാക്യോമീറ്റർ വെക്കുന്നതെങ്കിൽ
ഇതാണ് അതിൻ്റെ നോർമൽ ലെവലിൻ്റെ. ഇതിൻ്റെ ലോവർ ലെവലിലേക്കാണ് അതിൻ്റെ ആ ഒരു ആംഗിൾ പോകുന്നതെങ്കിൽ, ഇതിപ്പോൾ θ1 θ2 എന്നുള്ള രീതിയിൽ രണ്ട് ആംഗിൾ ഉണ്ടെങ്കിൽ ഇതുപോലെയാണ് പോകുന്നതെങ്കിൽ അത് ഡൗൺ ഹിൽ ആയിരിക്കും അല്ലേ. ഇവിടെ ഉണ്ടാവുന്ന ആ ഒരു ആംഗിളിനെ നമ്മൾ പറയുന്നതാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണിത്. ആംഗിൾ ഓഫ് ഡിപ്രഷൻ. അപ്പം ആംഗിൾ ഓഫ് എലിവേഷനും ആംഗിൾ ഓഫ് ഡിപ്രഷനും നമ്മൾ പറഞ്ഞു. ആംഗിൾ ഓഫ് എലിവേഷൻ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇതുപോലെ ടാക്യോമീറ്റർ വെച്ചിട്ട് നമ്മൾ നോർമൽ ലെവൽ ഇതിൻ്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ കേട്ടോ ആണ് ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആംഗിൾ θ1 θ2 എന്നുള്ള രീതിയിൽ എങ്ങനെയായിരിക്കില്ല ഉണ്ടാവുക, ഹയർ ലെവലിലായിരിക്കും ഉണ്ടാവുക. മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് ടാക്യോമീറ്റർ ആണ് നോക്കേണ്ടത്. പ്രിൻസിപ്പിൾസ് ഓഫ് ടാക്യോമെട്രി. എന്തൊക്കെയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ടാക്യോമെട്രി വരുന്നത്, അല്ലെങ്കിൽ എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് ടാക്യോമെട്രി എന്ന് പറയുന്നത്? ഈ ഒരു പ്രിൻസിപ്പിൾസ് ഓഫ് ടാക്യോമെട്രി നമ്മൾ നോർമലി ബേസ്ഡ് ഓൺ ഈ ഒരു പ്രിൻസിപ്പിൾസ് ഓഫ് ടാക്യോമെട്രി എന്ന് പറയുന്നത് ഒന്നുകിൽ ബേസ്ഡ് ഓൺ സിമിലർ ട്രയാങ്കിൾ എന്ന് നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ഐസോസ്ലെസ് ട്രയാങ്കിൾ എന്നും പറയാൻ പറ്റും. ഇതിൽ എന്താണ് കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അപ്പെക്സ് ഓഫ് ദ ട്രയാങ്കിൾ ആൻഡ് ബേസ് ടു ദ ബേസ് ലെങ്ത് ഈസ് കോൺസ്റ്റന്റ്. അതായത് നമ്മളിപ്പം ഒരു ടാക്യോമീറ്റർ വെച്ചിട്ട് ഇതാണ് അതിൻ്റെ നോർമൽ ലെവല്, പിന്നെ നമ്മൾ ഹയർ ലെവല് ലോവർ ലെവൽ എന്നുള്ള രീതിയിൽ നമ്മൾ ഓരോ പോയിന്റ് കൺസിഡർ ചെയ്യും. ഇത് എ ബി സി എന്നുള്ളതില്ല. പിന്നെ ഇത് S1 S2 S3 എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഇത് D1, ഈ ഒരു ഡിസ്റ്റൻസ് D2, ഈ ഒരു ഡിസ്റ്റൻസ് D3 എന്ന് പറഞ്ഞിട്ട് കിട്ടും അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസിൽ D1 ഡിവൈഡഡ് ബൈ S1 ഈസ് ഈക്വൽ ടു D2 ഡിവൈഡഡ് ബൈ S2 ഈസ് ഈക്വൽ ടു D3 ഡിവൈഡഡ് ബൈ S3 ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് എന്നാണ് ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത്. ആ ഒരു കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ F/I ആണ്. അപ്പം മനസ്സിലായി. എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എഫ് എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റ് ലെൻസ് ആണ് കേട്ടോ. എഫ് എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റ് ലെൻസ് ആണ്. ഐ എന്ന് പറഞ്ഞാൽ സ്റ്റേഡിയ ഇന്റർസെപ്റ്റ് ആണ്. എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാഫ് ഇന്റർസെപ്റ്റ് ആണ് കേട്ടോ. അപ്പം അതും മൂന്നും മനസ്സിലാക്കി വെക്കുക. എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റ് ലെൻസ് ആണ്. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേഡിയ ഇന്റർസെപ്റ്റ് ആണ്. എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാഫ് ഇന്റർസെപ്റ്റ് ആണ്. അപ്പം എന്താണ്, ഞാൻ ഒന്നുകൂടെ ആ ഒരു പ്രിൻസിപ്പിൾ പറയാം. എന്താണ് പ്രിൻസിപ്പിൾ പറയുന്നത്? ദ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ അപ്പെക്സ് ഓഫ് ദ ട്രയാങ്കിൾ ആൻഡ് ദ ബേസ് ലെങ്ത് അല്ലേ. ബേസ് ലെങ്ത് ഈസ് കോൺസ്റ്റന്റ് എന്നാണ് പറയുന്നത്. അപ്പം അത് തന്നെയാണ് ഇവിടെ D1/S1 = D2/S2 = D3/S3 അല്ലേ. അപ്പം അതാണ് ഇവിടെ സ്റ്റേറ്റ് ചെയ്യുന്നത്. ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിലൊക്കെ ഡൗട്ട് ഉണ്ടാവും. നമ്മൾ റിവിഷൻ സീരീസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊന്ന് പൊടി തട്ടി എടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു പോർഷൻസ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് ആ ഒരു റേഷ്യോ ഇതാണ്, അല്ലെങ്കിൽ F/I = കോൺസ്റ്റന്റ് എന്നുള്ള രീതിയിൽ മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ. അപ്പോൾ നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ടാക്യോമെട്രി അല്ലേ. പ്രിൻസിപ്പിൾസ് ഓഫ് ടാക്യോമെട്രി എന്താണ് പറയുന്നത്? ഈസ് ബേസ്ഡ് ഓൺ ദ പ്രോപ്പർട്ടി ഓഫ് സിമിലർ ട്രയാങ്കിൾ അല്ലേ. സിമിലർ ട്രയാങ്കിൾ എന്നുള്ളത് ഓർത്ത് വെക്കുക. എന്താണ്? F/I = കോൺസ്റ്റന്റ് അല്ലേ. F/I = കോൺസ്റ്റന്റ് എന്നുള്ളത് ഓർത്ത് വെക്കുക.
അതുപോലെ ഇവിടെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് മെഷർമെന്റ് എങ്ങനെയാണ് വരുന്നത്? കെ എസ് പ്ലസ് സി. ഈ ഒരു ഇക്വേഷൻ മാത്രം ഓർത്ത് വെച്ചാൽ മതി. കെ എന്താണ്? കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലൈയിങ് കോൺസ്റ്റന്റ് ആണ്. കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലൈയിങ് കോൺസ്റ്റന്റ് ആണ്. എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്റ്റാഫ് ഇന്റർസെപ്റ്റ് ആണ്. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് പ്ലസ് ടിയിലെ അഡിറ്റീവ് കോൺസ്റ്റന്റ് ആണ്. മൾട്ടിപ്ലൈയിങ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ബൈ ഐ ആണ് കേട്ടോ. എഫ് ബൈ ഐന്റെ കോൺസ്റ്റന്റ് വാല്യൂ എന്ന് പറയുന്നത് 100 ആണ് നമ്മൾ നോർമലി എടുക്കുക. എഫ് പ്ലസ് ഡിയിലെ എഫ് പ്ലസ് ഡി എന്ന് പറയുന്നത് നമ്മൾ അഡിറ്റീവ് കോൺസ്റ്റന്റ് അല്ലേ. അഡിറ്റീവ് കോൺസ്റ്റന്റിന്റെ വാല്യൂ എത്രയാണ് നമ്മൾ എടുക്കുന്നത്? 0 ആണ് അല്ലേ. അപ്പം അത് രണ്ടും കൂടെ ഈ ഒരു ടൈമിൽ നോട്ട് ചെയ്ത് വെക്കുക. additive constant f plus d is equal to 0, multiplying constant f by I is equal to 100 ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ടാക്യോമെട്രിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് പറയാനുള്ളത്. എന്താണ് ടാക്യോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷർ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് അല്ലേ. ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഏത് ഏരിയയിലാണ്? അൺഡുലേറ്റഡ് ഏരിയയിൽ അല്ലേ. അപ്പം അത് നോക്കുക. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്? മെത്തേഡ് ഓഫ് ടാക്യോമെട്രി അല്ലേ. ടാക്യോമെട്രിയിൽ സ്റ്റേഡിയ മെത്തേഡും ഉണ്ട്, ടാൻജൻഷ്യൽ മെത്തേഡും ഉണ്ട്, സബ്സ്റ്റൻസ് ബാർ മെത്തേഡും ഉണ്ട്. സ്റ്റേഡിയ മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റേഡിയ ഡയഫ്രം ആണ്. മെഷർമെന്റ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും വെർട്ടിക്കൽ ഡിസ്റ്റൻസും മെഷർ ചെയ്യാൻ നമ്മൾ സ്റ്റേഡിയ മെത്തേഡിൽ യൂസ് ചെയ്യുന്നത് സ്റ്റേഡിയ ഡയഫ്രം ആണ്. ടാൻജൻഷ്യൽ മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നോർമൽ ഡയഫ്രം ആണ്. അതുപോലെ തന്നെ ഏതാണ്? സബ്സ്റ്റൻസ് ബാർ മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? തിയോഡലൈറ്റ് ആൻഡ് സബ്സ്റ്റൻസ് ബാർ ആണ്. നോക്കി വെക്കുക. പിന്നെ നമ്മൾ പ്രിൻസിപ്പിൾസ് പറഞ്ഞു. പ്രിൻസിപ്പിൾസിൽ നമ്മൾ മെയിനായിട്ട് നോക്കാൻ പറഞ്ഞത് എഫ് ബൈ ഐ അല്ലേ. എഫ് ബൈ ഐ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് നമ്മൾ പറഞ്ഞു. പിന്നെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കാണേണ്ടത് ഡി ഈസ് ഈക്വൽ ടു കെ എസ് പ്ലസ് സി എന്ന് പറഞ്ഞു. കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലൈയിങ് കോൺസ്റ്റന്റ്, എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാഫ് ഇന്റർസെപ്റ്റ്, സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡിറ്റീവ് കോൺസ്റ്റന്റ് അല്ലേ. അപ്പം കെ എസ് പ്ലസ് സി എന്നുള്ളത് ഓർത്ത് വെക്കുക. കെ എന്ന് മൾട്ടിപ്ലൈ കോൺസ്റ്റന്റിൻ്റെത് എഫ് ബൈ ഐ ഈസ് ഈക്വൽ ടു 100 ആണ് വാല്യൂ വരുന്നത്. അഡിറ്റീവ് കോൺസ്റ്റന്റ് ആണെങ്കിൽ എഫ് പ്ലസ് ഡി ഈസ് ഈക്വൽ ടു എത്രയാണ് വാല്യൂ വരുന്നത്? എഫ് പ്ലസ് ഡി ഈസ് ഈക്വൽ ടു 0 എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ അത് രണ്ടും നോക്കി വെക്കുക. അപ്പം നമ്മൾ ടാക്യോമെട്രീൻ്റെ പോർഷൻസ് റിവൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ടോട്ടൽ സ്റ്റേഷൻ ആണ് എടുത്തിട്ടുള്ളത്. ടോട്ടൽ സ്റ്റേഷൻ ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു മോഡേൺ ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെ. സർവേയിങ്ങിൽ ഒരു മോഡേൺ ഇൻസ്ട്രുമെന്റ് ആണ് ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇതിൽ ബേസിക് ആയിട്ട് എന്തൊക്കെ മെഷർമെന്റ്സ് ആണ് കിട്ടുക? ഹൊറിസോണ്ടൽ ആംഗിൾ കിട്ടും, വെർട്ടിക്കൽ ആംഗിൾ കിട്ടും, സ്ലോപ്പിംഗ് ഡിസ്റ്റൻസ് കിട്ടും അല്ലെ. ഇതാണ് നമ്മൾ ഈ ഒരു ടോട്ടൽ സ്റ്റേഷൻ യൂസ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന ബേസിക് മെഷർമെന്റ്സ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന മെഷർമെന്റ് ആണ് കേട്ടോ പറയുന്നത്. ബേസിക് മെഷർമെന്റ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ ഹൊറിസോണ്ടൽ ആംഗിൾ, സെക്കൻഡ് വൺ വെർട്ടിക്കൽ ആംഗിൾ, തേർഡ് വൺ സ്ലോപ്പിംഗ് ഡിസ്റ്റൻസ് അല്ലേ. ഇതാണ് നമുക്ക് ടോട്ടൽ സ്റ്റേഷൻ നമുക്ക് ഡയറക്റ്റ് കിട്ടുന്ന മെഷർമെന്റ്സ്. ഹൊറിസോണ്ടൽ ആംഗിൾ, വെർട്ടിക്കൽ ആംഗിൾ, സ്ലോപ്പിംഗ് ഡിസ്റ്റൻസ് അല്ലേ. പിന്നെ നമുക്ക് ഈ ഒരു ടോട്ടൽ സ്റ്റേഷൻ തന്നെ കാൽക്കുലേഷൻ ചെയ്തിട്ട് അല്ലേ, കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മെഷർമെന്റ്സ് ഏതൊക്കെയാണ്? ബേസിക് കാൽക്കുലേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ സ്റ്റേഷൻ വഴി കിട്ടുന്ന മെഷർമെന്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് അല്ലേ. അപ്പം ഏതാണ് അത് വരുന്നത്? കാൽക്കുലേഷൻ അല്ലേ. കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ഏതൊക്കെ മെഷർമെന്റ്സ് ആണ് കിട്ടുക? ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കിട്ടും, അതുപോലെ തന്നെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് കിട്ടും. തേർഡ് വൺ ഏതാണ്? കോർഡിനേറ്റ് ഡിസ്റ്റൻസ് അല്ലേ, കോഓർഡിനേറ്റ് ഡിസ്റ്റൻസ്. ഇതൊക്കെയാണ് നമുക്ക് കാൽക്കുലേഷനിലൂടെ ടോട്ടൽ സ്റ്റേഷനിൽ കിട്ടുന്നത്. അപ്പം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡയറക്റ്റ് നമുക്ക് ടോട്ടൽ സ്റ്റേഷനിൽ കിട്ടുന്ന മെഷർമെന്റ്സ് ഹൊറിസോണ്ടൽ ആംഗിൾ, വെർട്ടിക്കൽ ആംഗിൾ, സ്ലോപ്പിംഗ് ഡിസ്റ്റൻസ്. ബേസിക് കാൽക്കുലേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മെഷർമെന്റ്സ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്,
വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, കോർഡിനേറ്റ് ഡിസ്റ്റൻസ് അല്ലെ, കോർഡിനേറ്റ് എക്സ് വൈ എന്നൊക്കെയുള്ള രീതിയിലുള്ള കോർഡിനേറ്റ് ഡിസ്റ്റൻസ് ആണ് നമുക്ക്. ഇത് മൂന്നുമാണ് കാൽക്കുലേഷനിലൂടെ നമുക്ക് കിട്ടുന്ന ഡിസ്റ്റൻസ്. ഇനി നമുക്ക് ടോട്ടൽ സ്റ്റേഷനിൽ നോക്കാനുള്ളതാണ് കോമ്പോണൻസ് ഓഫ് ടോട്ടൽ സ്റ്റേഷൻ അല്ലെ, കോമ്പോണൻസ് ഓഫ് ടോട്ടൽ സ്റ്റേഷൻ ആണ് നോക്കാനുള്ളത്. ടോട്ടൽ സ്റ്റേഷനിൽ എന്തൊക്കെ കോമ്പോണൻസ് ആണുള്ളത്? ഫസ്റ്റ് വൺ ആണ് ട്രൈപോഡ് അല്ലേ. ട്രൈപോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ട ഈ ഒരു സപ്പോർട്ടിന് ഇതിനെയാണ് നമ്മൾ ട്രൈപോഡ് എന്ന് പറയുന്നത്. അപ്പം ട്രൈപോഡ് ഉണ്ടാവും ടോട്ടൽ സ്റ്റേഷനിൽ, സെയിം എല്ലാത്തിലുള്ളത് പോലെ തന്നെ. സെക്കൻഡ് വൺ ഇലക്ട്രോണിക് തിയോഡലൈറ്റ് അല്ലേ, ഇലക്ട്രോണിക് തിയോഡലൈറ്റ് ഉണ്ടാവും. നമ്മൾ പറഞ്ഞില്ലേ ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് മോസ്റ്റ് മോഡേൺ ഇൻസ്ട്രുമെന്റ് ആണ്, അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് തിയോഡലൈറ്റ് ഉണ്ടാവും അതിൽ. പിന്നെ EDM അല്ലേ, EDM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെന്റ് ആണ് അല്ലേ. പിന്നെ ഫോർത്ത് വണ്ണ് പറയുന്നത് ഒപ്റ്റിക്കൽ പ്ലമ്മറ്റ് അല്ലേ, ഒപ്റ്റിക്കൽ പ്ലമ്മറ്റ് അല്ലേ. നമുക്ക് സെൻറ്ററിങ് ചെയ്യേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതിൽ ഇതേ രീതിയിലുള്ള ഇവിടെ മിറർ വെച്ചിട്ട് നമുക്ക് കറക്റ്റ് സെൻറ്ററിങ് ചെയ്യേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഒപ്റ്റിക്കൽ പ്ലമ്മറ്റ് എന്നുള്ളത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ എന്താണ്? ഫിഫ്ത്ത് വൺ ഉള്ളത് ഡാറ്റ കളക്ടർ അല്ലേ, ഡാറ്റ കളക്ടർ ഉണ്ടാവും. ഡാറ്റ കളക്ടർ വഴി നമുക്ക് ഡാറ്റാസ് കളക്ട് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പം അതാണ് ഡാറ്റ കളക്ടർ എന്ന് പറയുന്നത്. പിന്നെ സിക്സ്ത് വൺ ആണ് മൈക്രോ പ്രോസസ്സർ. എന്താണ് മൈക്രോ പ്രോസസ്സർ ചെയ്യുന്നത്? റെക്കോർഡ്, റീഡിങ്, പ്രോസസ്സിങ്, കമ്പ്യൂട്ടിങ് അല്ലേ. അപ്പം മൈക്രോ പ്രോസസ്സർ എന്തൊക്കെയാണ് ചെയ്യുക? റെക്കോർഡ്, റീഡിങ്, പ്രോസസ്സിങ്, അതുപോലെ തന്നെ ഇതിലുള്ള കമ്പ്യൂട്ടേഷൻ അല്ലേ, കമ്പ്യൂട്ടിങ്. അതുപോലെ തന്നെ ഇതിൽ എന്തെങ്കിലും അപ്ലൈ ഉണ്ടെങ്കിൽ അതിൽ കറക്ഷൻ അപ്ലൈ ചെയ്യും കേട്ടോ. ഇതൊക്കെ ഈ മൈക്രോ പ്രോസസ്സർ തന്നെ ചെയ്യുന്നതാണ്. അതുപോലെ കമ്പ്യൂട്ടർ ഏരിയ, വോളിയം, ഡിസ്റ്റൻസ്, ഇതൊക്കെ മൈക്രോ പ്രോസസ്സർ വഴി നമുക്ക് ചെയ്ത് കിട്ടുന്ന ഡീറ്റെയിൽസ് ആണ്. പിന്നെ സെവൻത്ത് വൺ ആണ് ഇലക്ട്രോണിക് ബുക്ക്. നമ്മൾ ഈ ഒരു ടോട്ടൽ സ്റ്റേഷന് തന്നെ ബ്രെയിൻ എന്നുള്ള രീതിയിൽ ഇതിനെ നമുക്ക് പറയാൻ പറ്റും. പിന്നെ നമുക്ക് കീബോർഡ് ഉണ്ടാവും അല്ലേ, ടോട്ടൽ സ്റ്റേഷൻ യൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അറിയണ്ടാവും അതിലൊരു കീബോർഡ് ഉണ്ടാവും. കീബോർഡ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കീബോർഡ് നമ്മൾ മൈക്രോ പ്രോസസ്സറിലേക്ക് നമുക്ക് ഓരോ ഓർഡേഴ്സ് പ്രൊവൈഡ് ചെയ്യേണ്ടിയിട്ട് അല്ലേ, അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കീബോർഡ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കൊരു സ്ക്രീൻ ഉണ്ടാവും അല്ലേ, അല്ലെങ്കിൽ സ്ക്രീൻ അല്ലെങ്കിൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്ന് പറയാൻ പറ്റും. 9th വൺ ഒരു സ്ക്രീൻ ഉണ്ടാവും, സ്ക്രീന് അല്ലെങ്കിൽ ഡിസ്പ്ലേ യൂണിറ്റ് അല്ലേ. എന്താണ്? ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ അല്ലേ, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ എന്നുള്ള രീതിയിൽ ഡിസ്പ്ലേ, ഈ സ്ക്രീൻ അല്ലെങ്കിൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നാണ് നമുക്കിതിനെ പറയാൻ പറ്റുക. ഡിസ്പ്ലേ യൂണിറ്റിൽ എന്താണ്? LCD ഡിസ്പ്ലേ അല്ലെ, LCD ഡിസ്പ്ലേ എന്നുള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ആണ് ഈ ഒരു ടോട്ടൽ സ്റ്റേഷനിൽ ഉണ്ടാവുക. പിന്നെ അതിൻ്റെ സോഫ്റ്റ്വെയറും ഉണ്ടാവും. പിന്നെ നമുക്ക് എന്താണ്? ബ്ലൂടൂത്ത് ഉണ്ടാവും, ലെവലിംഗ് ഹെഡ് ഉണ്ടാവും, കോളിമേറ്റർ ഉണ്ടാവും, പിന്നെ റിഫ്ലക്ടർ ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് ടോട്ടൽ സ്റ്റേഷനിലുള്ളതാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ടോട്ടൽ സ്റ്റേഷനിൽ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടോട്ടൽ സ്റ്റേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്സ് അല്ലേ. എന്തൊക്കെ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് നമ്മൾ ടോട്ടൽ സ്റ്റേഷനിൽ ചെയ്യുക? ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്സ് ടോട്ടൽ സ്റ്റേഷനിൽ നമ്മൾ ചെയ്യുന്ന ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ആണ് സെറ്റിംഗ് അപ്പ്. സെക്കൻഡ് വൺ എന്താണ്? സെൻറ്ററിങ്. തേർഡ് വൺ എന്താണ്? തേർഡ് വൺ ആണ് ലെവലിംഗ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്സ് ഇൻ ടോട്ടൽ സ്റ്റേഷൻ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ലെവലിംഗ് അപ്പ്,
സെറ്റിംഗ് അപ്പ്, ലെവലിംഗ്. ടോട്ടൽ പറയുകയാണെങ്കിൽ സെറ്റിംഗ് അപ്പ്, സെൻറ്ററിങ്, ലെവലിംഗ് എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക. അപ്പം ഇതാണ് നമ്മളെ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇൻ ടോട്ടൽ സ്റ്റേഷൻ. ഇനി നമുക്ക് നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ടോട്ടൽ സ്റ്റേഷനിലുള്ള അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ടോട്ടൽ സ്റ്റേഷൻസ് അല്ലേ. നമ്മൾ ടോട്ടൽ സ്റ്റേഷൻ എന്താണെന്ന് പറഞ്ഞു, അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു, എന്തൊക്കെ മെഷർമെൻറ്റ് നമുക്ക് ടോട്ടൽ സ്റ്റേഷൻ വഴി എടുക്കാമെന്ന് പറഞ്ഞു. ഇനി ടോട്ടൽ സ്റ്റേഷൻ ടൈപ്പ് അല്ലേ, ടൈപ്സ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഏതൊക്കെ ടൈപ്പ് ടോട്ടൽ സ്റ്റേഷനാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്? ഫസ്റ്റ് വൺ ആണ് മാനുവൽ ടോട്ടൽ സ്റ്റേഷൻ. മാനുവൽ ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിൽ നമുക്ക് സ്ലോപ്പ് ഡിസ്റ്റൻസ് മാത്രമാണ് നമ്മൾ ഇലക്ട്രോണിക്കലി എടുക്കുന്നത്. വേറെ വെർട്ടിക്കൽ ആംഗിൾ ആണെങ്കിലും ഹൊറിസോണ്ടൽ ആംഗിൾ ആണെങ്കിലും നമ്മൾ മാനുവലി ആണ് മാനുവൽ ടോട്ടൽ സ്റ്റേഷനിൽ എടുക്കുക. വെർട്ടിക്കൽ ആംഗിൾ അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ആംഗിൾ നമ്മൾ മാനുവലി ആണ് എടുക്കുക. അതിൽ സ്ലോപ്പ് ഡിസ്റ്റൻസ് മാത്രം നമ്മൾ എടുക്കുന്നത് ഇലക്ട്രോണിക്കലി ആണ്. അപ്പം വെർട്ടിക്കൽ ആംഗിളും ഹൊറിസോണ്ടൽ ആംഗിളും നമ്മൾ മാനുവലി എടുക്കുന്നതും സ്ലോപ്പ് ഡിസ്റ്റൻസ് ഇലക്ട്രോണിക്കലി എടുക്കുന്നതും ആണെങ്കിൽ അതിന് നമ്മൾ മാനുവൽ ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയും. സെക്കൻഡ് വൺ എന്താണ് വരുന്നത്? സെമി ഓട്ടോമാറ്റിക്. സെമി ഓട്ടോമാറ്റിക് ആണെങ്കിൽ അതേതാണ്? സ്ലോപ്പ് ഡിസ്റ്റൻസും വെർട്ടിക്കൽ ആംഗിളും ഇലക്ട്രോണിക്കലി എടുക്കും. മറിച്ച് ഹൊറിസോണ്ടൽ ആംഗിൾ മാത്രം മാനുവലി എടുക്കും. ഇതിനെയാണ് നമ്മൾ സെമി ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത്. പിന്നെ തേർഡ് വൺ നമുക്ക് നോക്കാനുള്ളത് ഓട്ടോമാറ്റിക് അല്ലേ. ഓട്ടോമാറ്റിക് ടോട്ടൽ സ്റ്റേഷൻ ആണ്. ഓട്ടോമാറ്റിക് ടോട്ടൽ സ്റ്റേഷനിൽ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള സ്ലോപ്പ് ഡിസ്റ്റൻസ് ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന വെർട്ടിക്കൽ ആംഗിൾ ആണെങ്കിലും ഹൊറിസോണ്ടൽ ആംഗിൾ ആണെങ്കിലും എല്ലാം നമ്മൾ ഇലക്ട്രോണിക്കലി എടുക്കുന്നത് അല്ലേ. അതിനെയാണ് നമ്മൾ ഓട്ടോമാറ്റിക് ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാം ഇലക്ട്രോണിക്കലി അല്ലേ. എങ്കിൽ ഇലക്ട്രോണിക്കലി എടുക്കുന്ന എന്തൊക്കെയാണ്? സ്ലോപ്പ് ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ വെർട്ടിക്കൽ ആംഗിൾ, ഹൊറിസോണ്ടൽ ആംഗിൾ അല്ലേ. ഇത് മൂന്നും നമ്മൾ ഇലക്ട്രോണിക്കലി തന്നെ എടുക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ഓട്ടോമാറ്റിക് ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയും. നമ്മൾ ടോട്ടൽ സ്റ്റേഷനിൽ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ടോട്ടൽ സ്റ്റേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ബേസിക് മെഷർമെൻറ്റ്സ് അല്ലേ, ടോട്ടൽ സ്റ്റേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ബേസിക് മെഷർമെൻറ്റ്സ്, ടോട്ടൽ സ്റ്റേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ബേസിക് മെഷർമെൻറ്റ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഹൊറിസോണ്ടൽ ആംഗിളും വെർട്ടിക്കൽ ആംഗിളും അതുപോലെ തന്നെ സ്ലോപ്പ് ഡിസ്റ്റൻസ് അല്ലേ. ഹൊറിസോണ്ടൽ ആംഗിളും വെർട്ടിക്കൽ ആംഗിളും സ്ലോപ്പ് ഡിസ്റ്റൻസും നമുക്ക് ടോട്ടൽ സ്റ്റേഷനിൽ ഡയറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൽ കാൽക്കുലേഷൻ വഴി നമുക്ക് കിട്ടുന്ന മെഷർമെൻറ്റ്സ് ഏതാണ്? കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ബേസിക് കാൽക്കുലേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ സ്റ്റേഷനിൽ കിട്ടുന്ന മെഷർമെൻറ്റ്സ് ആണ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും വെർട്ടിക്കൽ ഡിസ്റ്റൻസും കോർഡിനേറ്റ് ഡിസ്റ്റൻസും. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കോമ്പോണൻസ് ഓഫ് ടോട്ടൽ സ്റ്റേഷൻ ആണ്. എന്തൊക്കെയാണ് ഉണ്ടാവുക? ട്രൈപോഡ് ഉണ്ടാവും, ഇലക്ട്രോണിക് തിയോഡലൈറ്റ് ഉണ്ടാവും, EDM ഉണ്ടാവും, പിന്നെ ഒപ്റ്റിക്കൽ പ്ലമ്മറ്റ് ഉണ്ടാവും, ഡാറ്റ കളക്ടർ ഉണ്ടാവും, മൈക്രോ പ്രൊസസ്സർ ഉണ്ടാവും, ഇലക്ട്രോണിക് നോട്ട്ബുക്ക് ഉണ്ടാവും, പിന്നെ നമ്മൾ കീബോർഡ് പറഞ്ഞു, സ്ക്രീന് പറഞ്ഞു, സോഫ്റ്റ്വെയർ പറഞ്ഞു, ബ്ലൂടൂത്ത്, ലെവലിംഗ്, റിഫ്ലക്ടർ ഒക്കെ ഉണ്ടാവും നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പം ഇത്രയാണ് നമുക്ക് കോമ്പോണൻസ് ഓഫ് ടോട്ടൽ സ്റ്റേഷനിൽ പറയാനുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്? ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് അല്ലേ. ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇൻ ടോട്ടൽ സ്റ്റേഷൻ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയാണ്? സെറ്റിംഗ് അപ്പ്, സെൻറ്ററിങ്, ലെവലിംഗ് അല്ലേ. അത് മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മൾ ലാസ്റ്റ് വൺ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്?
ടൈപ്പ് അല്ലേ, ടൈപ്പ് ഓഫ് ടോട്ടൽ സ്റ്റേഷൻ. ഏതൊക്കെ ടൈപ്പ് ടോട്ടൽ സ്റ്റേഷൻ ആണുള്ളത്? മാനുവൽ ടോട്ടൽ സ്റ്റേഷൻ പറഞ്ഞു, നമ്മൾ സെമി ഓട്ടോമാറ്റിക് ടോട്ടൽ സ്റ്റേഷൻ പറഞ്ഞു, ഓട്ടോമാറ്റിക് ടോട്ടൽ സ്റ്റേഷൻ പറഞ്ഞു അല്ലേ. മാനുവൽ ടോട്ടൽ സ്റ്റേഷൻ ആണെങ്കിൽ എങ്ങനെയാണ് വരിക? സ്ലോപ്പ് ഡിസ്റ്റൻസും അതുപോലെ തന്നെ വെർട്ടിക്കൽ ആംഗിളും ഹൊറിസോണ്ടൽ ആംഗിളും ഒക്കെ നമ്മൾ എടുക്കുന്നത് മാനുവലി ആയിരിക്കും അല്ലേ. മാനുവലി ആണ് നമ്മൾ സ്ലോപ്പ് ഡിസ്റ്റൻസും ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും സ്ലോപ്പ് ഡിസ്റ്റൻസും വെർട്ടിക്കൽ ആംഗിളും ഹൊറിസോണ്ടൽ ആംഗിളും അല്ലേ. സ്ലോപ്പ് ഡിസ്റ്റൻസും എന്തൊക്കെയാണ്? സ്ലോപ്പ് ഡിസ്റ്റൻസും ഹൊറിസോണ്ടൽ ആംഗിളും വെർട്ടിക്കൽ ആംഗിളും അല്ലേ. ഇത് മൂന്നാണല്ലേ നമുക്ക് ടോട്ടൽ സ്റ്റേഷൻ ഡയറക്റ്റ് കിട്ടുന്നത്. ഇത് മൂന്നും നമ്മൾ എടുക്കുന്നതിൽ സ്ലോപ്പ് ഡിസ്റ്റൻസ് ഇലക്ട്രോണിക്കലി എടുക്കും, വെർട്ടിക്കൽ ആംഗിളും ഹൊറിസോണ്ടൽ ആംഗിളും മാനുവലി എടുക്കുകയാണെങ്കിൽ അതിന് നമ്മൾ മാനുവൽ ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയും. മറിച്ച് നമ്മൾ ഈ ഒരു സ്ലോപ്പ് ഡിസ്റ്റൻസും വെർട്ടിക്കൽ ആംഗിളും അല്ലേ, സ്ലോപ്പ് ഡിസ്റ്റൻസും വെർട്ടിക്കൽ ആംഗിളും നമ്മൾ ഇലക്ട്രോണിക്കലി എടുത്തിട്ട് ഹൊറിസോണ്ടൽ ആംഗിൾ മാത്രം നമ്മൾ മാനുവലി എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ സെമി ഓട്ടോമാറ്റിക് എന്ന് പറയും. ഓട്ടോമാറ്റിക് ആണെങ്കിൽ നമ്മൾ സ്ലോപ്പ് ഡിസ്റ്റൻസും വെർട്ടിക്കൽ ആംഗിളും ഹൊറിസോണ്ടൽ ആംഗിളും നമുക്ക് കിട്ടുന്നത് ഇലക്ട്രോണിക്കലി തന്നെയാണ്. അപ്പം അതിനെയാണ് നമ്മൾ ഓട്ടോമാറ്റിക് ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ടോട്ടൽ സ്റ്റേഷനിൽ ഇത്ര കാര്യമാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ടോട്ടൽ സ്റ്റേഷന് പറ്റുകയാണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ എക്സ്ട്രാ കിട്ടും അല്ലേ. അങ്ങനത്തെ കാര്യങ്ങളും കൂടെ നിങ്ങൾ ഷോർട്ട് നോട്ടിലേക്ക് എഴുതി വെക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്രയാണ് പറയാനുള്ളത്. നമ്മളിപ്പോൾ ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് ടാക്യോമീറ്ററും അതുപോലെ തന്നെ ടോട്ടൽ സ്റ്റേഷനുമാണ്. അപ്പോൾ അതിലുള്ള കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പം എല്ലാം നോക്കി വെക്കുക. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.